ഹലോ നമസ്കാരം. നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രോഹിത്തിനോടും കൃഷ്ണമോളും ബബിത പോയിട്ട് പറയാണ്, അലീന ചേച്ചി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരികയാണ് എന്നൊക്കെ പറയാണ്. ആ സമയത്ത് രോഹിത്ത് പറയുന്നുണ്ട്, ചേച്ചി പോകുന്നതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട്, അലീന ചേച്ചി അച്ഛൻ്റെ മോളല്ലേ, അപ്പോൾ അച്ഛൻ പറയുന്നത് അലീന ചേച്ചി അനുസരിക്കേണ്ടതെന്ന് പറയാണ്. അന്നേരം രോഹിത്ത് പറയാണ്, അതിന് അച്ഛൻ്റെ മോളാണെങ്കിലല്ലേ അലീന ചേച്ചി എന്ന് പറയാണ്. അന്നേരം ബബിത പറയാണ്, അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത്ത് പറയാണ്, അല്ല പറയാണ്. അപ്പോൾ ബബിത പറയാണ്, എന്ത് വർത്താനായി പറയുന്നത്, ഇവിടെ എല്ലാവരോടും അങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലേ അന്ന് അച്ഛൻ അങ്ങനെയല്ലേ പറഞ്ഞത്, ഏതോ ആംഗ്ലോ ഇന്ത്യൻ ലേഡിയുമായിട്ടുണ്ടായ കുട്ടിയാണ് അലീന ചേച്ചി എന്നൊക്കെയല്ലേ പറഞ്ഞത്. അന്നേരം രോഹിത്ത് പറയാണ്, ഞാൻ അലീന ചേച്ചിയോട് ചോദിച്ചിരുന്നു. അന്നേരം അലീന ചേച്ചിയാണ് പറഞ്ഞത് ഞാൻ അച്ഛൻ്റെ മകളല്ല എന്ന്. അന്ന് ഞാൻ കോളേജിൽ പോയപ്പോൾ അച്ഛനും ചോദിച്ചിരുന്നു. അന്നേരം അച്ഛനോട് പറഞ്ഞത് ഞാൻ ബാലചന്ദ്രൻ്റെ മകളല്ല എന്നാണ് പറഞ്ഞതെന്ന് പറയുന്നത്. അന്നേരം ബബിത ചോദിക്കുകയാണ്, അതെന്താ അവിടെ പറയാൻ കാരണം. അന്നേരം രോഹിത്ത് പറയാണ്, മാനേജർ അച്ഛൻ വിചാരിച്ചു എൻ്റെ മൂത്ത ചേച്ചിയാണെന്നാണ് വിചാരിച്ചത്. അന്നേരം അലീന ചേച്ചി പറഞ്ഞു, ഞാൻ ഓർഫണാണ്, ഞാൻ ഓർഫനേജിലാണ് വളർന്നതെന്നൊക്കെ പറയാണ്. അന്നേരം ബബിത പറയാണ്, അതെന്തിനാ അവിടെയൊക്കെ പറയുന്ന ഒരാളെ വിലയല്ലേ നഷ്ടപ്പെടുന്നതെന്ന് പറയാണ്. അന്നേരം രോഹിത്ത് പറയാണ്, അന്നേരം ആ പറയുന്നത് കേട്ടിട്ട് മാനേജർ അച്ഛൻ പറഞ്ഞു, എനിക്ക് നിന്നോട് റെസ്പെക്റ്റാണ് തോന്നുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് ബബിത കൃഷ്ണമോളോട് ചോദിക്കുകയാണ്, നിനക്കിതൊക്കെ അറിയാമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കൃഷ്ണമോൾ പറയാണ്, എനിക്കറിയായിരുന്നു എന്ന് പറയുന്നു. അന്നേരം ബബിത പറയാണ്, എന്നിട്ടെന്താ നിങ്ങളൊക്കെ എന്നോട് പറയാഞ്ഞെന്ന് പറയാണ്. അന്നേരം രോഹിത്ത് പറയാണ്, ഞാൻ വിചാരിച്ച് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അന്നേരം ബബിത പറയാണ്, ഞാൻ എന്തായാലും ഇത് അച്ഛനോട് ചോദിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബബിത അച്ഛൻ്റെ അടുത്തേക്ക് പോവാട്ടോ. അന്നേരം രോഹിത്ത് കൃഷ്ണമോളോട് പറയാണ്, നിനക്കറിയോടി പിന്നെ ചേച്ചിയുടെ അച്ഛനെ ആരാണെന്ന്, അച്ഛനമ്മ ആരാണെന്ന് അറിയുമോ ചോദിക്കുകയാണ്. അന്നേരം കൃഷ്ണമോൾ പറയാണ്, എനിക്കറിയാം അലീന ചേച്ചിയുടെ അച്ഛനമ്മ ആരാണെന്ന് പറയാണ്. അന്നേരം രോഹിത്ത് പറയാണ്, എന്നാലും പറയാം ആരാണെന്ന്. അന്നേരം കൃഷ്ണമോൾ പറയാണ്, ഞാൻ പറയില്ല എന്ന് പറയാണ്. അത് രോഹിത്ത് പറയാണ്, അന്നേരം അലീന ചേച്ചിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കൃഷ്ണമോൾ പറയാണ്, അലീന ചേച്ചിയല്ല എന്നോട് പറഞ്ഞത് അച്ഛനാണ്. അലീന ചേച്ചിക്ക് അറിയോ പോലുമില്ല എനിക്ക് ഈ സത്യം അറിയുമെന്ന്. ഞാൻ അച്ഛന് വാക്ക് കൊടുത്തിട്ട് ആരോടും പറയില്ല എന്നൊക്കെ പറയാട്ടോ. അത് കഴിഞ്ഞ് ബബിത ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോവാട്ടോ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. ബബിത ചോദിക്കുകയാണ്, നിങ്ങൾ മാനസപുത്രി എന്തിനാ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയാണ്, നിനക്ക് ചോദിച്ചുകൂടെ എന്ന് പറയാണ്. അന്നേരം ബബിത പറയാണ്, അച്ഛൻ്റെ മകളല്ലേ അത്, അപ്പോൾ അച്ഛൻ പറയേണ്ട അനുസരിക്കേണ്ട കടമ അലീന ചേച്ചിക്ക് ഇല്ലേ എന്നൊക്കെ പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയാണ്, ഞാൻ പറഞ്ഞ അനുസരിക്കണ്ടേ, അവളെ ഇത്ര നാൾ പുറത്തല്ലേ വളർന്നത്, അതുകൊണ്ടാവാം എന്നൊക്കെ പറയാണ്. പിന്നെ ബബിത ചോദിക്കുകയാണ്, അച്ഛൻ്റെ മകളല്ലേ അലീന ചേച്ചി, രോഹിത്തേട്ടൻ പറഞ്ഞല്ലോ അല്ലാന്നും, അച്ഛൻ ഞങ്ങളോടെല്ലാം കള്ളത്തരം പറഞ്ഞതാണോ, കള്ളത്തരം പറഞ്ഞ് പറ്റിച്ചതാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ്റെ മുഖല എന്തോ പോലെ ആയിട്ടോ, കള്ളത്തരം പറഞ്ഞു പറ്റിച്ചല്ലോ എന്ന പോലെ തോന്നിയിട്ടോ. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ എന്നെ അലീനയും വേണ്ടാത്ത രീതിയിലല്ലേ കണ്ടുകൊണ്ടിരുന്നത്, നീയും രോഹിത്ത് പോലും നിൻ്റെ അമ്മയുടെ വാക്ക് കേട്ടിട്ട് എന്നെയും അലീനയും തെറ്റിദ്ധരിച്ചല്ലേ, ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് പുറത്ത് പോലും നീ വന്ന് നിന്നില്ലേ, നമ്മളെന്താ ഇതിനകത്ത് ചെയ്യുന്നതെന്ന്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കള്ളത്തരം നിങ്ങളോട് പറഞ്ഞത്. ഇങ്ങനൊരു കള്ളത്തരം പറഞ്ഞില്ല എങ്കിൽ നിങ്ങളിങ്ങനെ വിശ്വസിക്കായിരുന്നില്ലേ, ഞാനും അലീനയും എന്തൊക്കെയോ ഇവിടെ നടത്തുന്നുണ്ടെന്ന്. അന്ന് നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവൾക്ക് നല്ല സങ്കടമായി, അന്ന് പോകാൻ ഇറങ്ങിയത് അവൾ ഇവിടുന്ന്. അന്നേരമാണ് ഞാൻ അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞത്. നിങ്ങൾക്ക് അത് മാത്രം കേട്ടാൽ പോരല്ല, അതെങ്ങനെ വന്നു, എവിടുന്ന് വന്നു എന്നൊക്കെ കഥ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു സ്റ്റോറിയായിട്ട് പറഞ്ഞത് എന്നൊക്കെയാണ് ബാലചന്ദ്രൻ ബബിതയോട് പറയുന്നത്. അത് നിങ്ങളെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. ഞാനും അലീനയും തമ്മിലുള്ള ബന്ധം അത് മാറിപ്പോവുകയും ചെയ്തു. അങ്ങനെയൊക്കെയാണ് ബാലചന്ദ്രൻ ബബിതയോട് പറയുന്നത്. ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ നിനക്കറിയണമെങ്കിൽ നീ അലീനയോട് തന്നെ ചോദിക്കണം എന്ന് പറയാണ് ബാലചന്ദ്രൻ. അന്നേരം ബബിത പറയാണ്, ഞാൻ ഒരു കര പറ്റി വരികയായിരുന്നു, ഞാനെല്ലാം എൻ്റെ സ്വഭാവങ്ങളെല്ലാം നേരെയാക്കി വരുമായിരുന്നു, ഒന്ന് കരക്കെത്തിയായിരുന്നു, ഇപ്പോൾ നേരെ കായലിലേക്ക് വീണ പോലെ തോന്നുകയാണ്, ഇനി ശരിക്കും ആരാ അലീന ചേച്ചി എന്നൊക്കെ ചോദിക്കുകയാണ് ബബിത. അന്നേരം ബാലചന്ദ്രൻ പറയാണ്, നിങ്ങളെയൊക്കെ കരക്ക് പിടിച്ച് കയറ്റാൻ സഹായിച്ചവളാണ് അലീന എന്ന് പറയുന്നത്. അന്നേരം ബബിത പറയാണ്, ഒരു സെർവൻ്റായ ആൾക്ക് ഒരു കുടുംബത്തിലെ ആൾക്കാരെ ഇത്രയും സ്നേഹിക്കാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ബബിത. ഞാൻ സത്യമായിട്ടും വിചാരിച്ചത് അച്ഛൻ്റെ മകളാണ് അലീന ചേച്ചി എന്നാണ്, ഞങ്ങൾ അത്രയും സ്നേഹിച്ചു പോയി, ഇനി അലീന ചേച്ചി ഞങ്ങളുടെ ചേച്ചിയല്ല എന്ന് പറയുമ്പോൾ മനസ്സിലെന്തോ പോലെ തോന്നുക എന്നൊക്കെ പറയാണ് ബബിത. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, എല്ലാം ശരിയാവും, നിങ്ങളുടെ ചേച്ചി തന്നെയാണ് എന്നൊക്കെ പറയാണ് ബാലചന്ദ്രൻ. അങ്ങനെ ബബിത പോവാട്ടോ പുറത്തേക്ക്.
അങ്ങനെ ബബിത നേരെ പോകുന്നത് അലീൻ്റെ അടുത്തേക്കാട്ടോ. ഡോറ് തുറന്ന് നേരെ അലീനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അന്നേരം അലീനെ ചോദിക്കുന്നുണ്ട്, എന്താടി മോളെ, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ബബിത പറയാണ്, എന്തിനാ എല്ലാവരും പറഞ്ഞു പറ്റിച്ചേ, എന്തിനാ എല്ലാവരും ചതിച്ചതെന്ന് ചോദിക്കുകയാണ് ബബിത. അന്നേരം അലീന ചോദിക്കുകയാണ്, എന്താ പറ്റിയേ, ഞാൻ എന്താ ചതിച്ചതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ബബിത പറയാണ്, നിങ്ങളല്ലേ കൂടിയിട്ടല്ലേ പറഞ്ഞത് അച്ഛൻ്റെ മകളാണെന്ന്, എന്നിട്ട് എന്തിനാ എല്ലാവരും പറഞ്ഞു പറ്റിച്ചേ എന്നൊക്കെ പറയാണ്. അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഒരു കള്ളക്കഥ. അന്നേരം അലീന പറയാണ്, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും കഥ പറഞ്ഞോ, അച്ഛൻ നിങ്ങളോട് എൻ്റെ അച്ഛനാണെന്ന് നിങ്ങളോട് പറഞ്ഞോ എന്നൊക്കെ പറയാണ്. അന്നേരം ബബിത പറയാണ്, നിങ്ങളല്ലേ പറഞ്ഞത് എൻ്റെ അച്ഛനാണെന്ന്, നിങ്ങൾ ഇപ്പോഴും വിളിക്കുന്നത് അച്ഛൻ തന്നെ എന്നല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം അലീന പറയാണ്, അത് എൻ്റെ മനസ്സിൽ തട്ടിയാണ് ഞാൻ വിളിച്ചത് എൻ്റെ അച്ഛനാണെന്ന്. ഞാൻ ഇവിടെ വന്നപ്പോൾ സാർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അച്ഛനെ കെയർ ചെയ്യുന്ന സമയത്ത് അച്ഛനാണ് എന്നോട് പറഞ്ഞത് എന്നെ അച്ഛാന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ. അങ്ങനെ അച്ഛനും മകളായതാണ് ഞങ്ങൾ. ആ സമയത്ത് എനിക്ക് സ്വർഗം കിട്ടിയതുപോലെ എന്നൊക്കെയാണ് അലീന പറയുന്നത്. ഞാൻ ഇതുവരെയും ആരെയും അച്ഛാന്ന് വിളിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് ഇവിടുത്തെ അച്ഛനെ ഞാൻ അച്ഛാന്ന് വിളിക്കുന്നത്. അച്ഛൻ എൻ്റെ സ്വന്തം മകളായിട്ടാണ് കാണുന്നത്, അതുപോലെ തന്നെയാണ് നോക്കുകയും ചെയ്യുന്നത്. ഞാനും അതുപോലെ തന്നെയാണ്, അതുകൊണ്ടാണ് അച്ഛാന്ന് വിളിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ആലോചിച്ചുകൊണ്ടല്ലേ അങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടാക്കിയതെന്ന് ചോദിക്കുകയാണ് ബബിത. എന്നോട് പറഞ്ഞിട്ടല്ല അച്ഛന് ആ കഥ നിങ്ങളോടൊക്കെ പറഞ്ഞത്, ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല, ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബബിത പറയാണ്, അന്ന് ആ സമയത്ത് നിങ്ങൾ നിഷേധിക്കണമായിരുന്നു എന്ന് പറയാണ്. അതുകൊണ്ട് നിങ്ങളത് സമ്മതിച്ച പോലെ ആയില്ലേ എന്ന് പറയാണ് ബബിത. അന്നേരം അലീന പറയാണ്, സത്യം പറയാലോ, അതൊക്കെ ഞാൻ ആസ്വദിക്കുമായിരുന്നു, ഞാൻ അച്ഛാന്ന് വിളിച്ചത് ഇവിടുത്തെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അലീന. ഞാൻ ഇത്ര നാളും വിചാരിച്ചത് എൻ്റെ സ്വന്തം ചേച്ചിയാണെന്നാണ്, ഇനി എങ്ങനെ ഞാനതിനെ അങ്ങനെ കാണും, എൻ്റെ ചേച്ചിയല്ലാണ്ടായില്ലേ എന്നൊക്കെയാണ് ബബിത പറയുന്നത്. അന്നേരം അലീന പറയുന്നത്, സ്വന്തം ചേച്ചിയാവാൻ വേണ്ടിയിട്ട് രക്തബന്ധമൊന്നും വേണ്ട, ഇപ്പോൾ ശരണ്യ എൻ്റെ അനിയത്തിയെ പോലെ തന്നെയല്ലേ എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ നീയും എൻ്റെ അനിയത്തിയാണ് എന്നൊക്കെ പറയാണ്. അങ്ങനെ പുറത്തിറങ്ങി വരികയാണ് ബബിത. എന്നിട്ട് സ്റ്റെയർ കേസിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് രോഹിത് വെള്ളം എടുത്തിട്ട് വരുന്നുണ്ട്. അന്നേരം രോഹിത് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയ ബബിത എന്ന് പറയണം. അപ്പോൾ ബബിത പറയാണ്, ഞാൻ അലീന ചേച്ചിയോട് ചോദിച്ചു. അന്നേരം രോഹിത് പറയാണ്, ഞാൻ പറഞ്ഞില്ലേ അലീന ചേച്ചി പറഞ്ഞു എന്ന്, അലീന ചേച്ചി പറഞ്ഞത് സത്യമായിരിക്കും എന്ന്, ഇനി എങ്ങനെ ഞങ്ങൾ ചേച്ചിയെ കാണാമെന്നൊക്കെ പറയാണ്. അന്നേരം കൃഷ്ണമോള് പറയാണ്, അത് നമ്മുടെ സ്വന്തം ചേച്ചി തന്നെയാണ്, എല്ലാവരോടും ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചി തന്നെ ആവും എന്നൊക്കെ പറയാണ്. പുറത്തൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരോടും പറഞ്ഞാൽ മതി, ഇതെൻ്റെ ചേച്ചിയാണ്, എൻ്റെ ചേച്ചിയാണ്, അങ്ങനെ സ്വന്തം ചേച്ചിയായി മാറുമെന്ന് പറയാണ് കൃഷ്ണമോള്.